സമയത്ത് ഒരുപാട് പേര് ഇപ്പം എന്റെ വീഡിയോസിന്റെ താഴെ ആയിരുന്നാലും അല്ലാതെ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടും മേഘയ്ക്കായിരുന്നാലും മേഘയുടെ വീഡിയോസിന്റെ താഴെ കമന്റ് ഇട്ടിട്ട് ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് മേഘയുടെ അച്ഛൻ എവിടെ എന്നുള്ള സംഭവം. അന്നൊന്നും നമുക്ക് പറയാനായിട്ട് മേഘയ്ക്കും മടിയായിരുന്നു, എനിക്കും മനഃപൂർവ്വം പറഞ്ഞില്ല. പറയാനായിട്ട് ഒരുപാട് കാര്യമുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം 28-ാം തീയതി മേഘയുടെ ഫാദർ മരണപ്പെട്ടു. വയ്യാണ്ട് കിടക്കായിരുന്നു. ഈ വയ്യാണ്ട് കിടക്കായിരുന്നു എന്നുള്ള സംഭവം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് വരുത്തി വെച്ച വെനെ എന്നാണ് എനിക്ക് പറയാനായിട്ട് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഏറ്റവും വലിയ വിഷമമായ സംഭവം എന്ന് പറഞ്ഞാൽ മേഘയുടെ ഈ ഒരു സാഹചര്യത്തില് മേഘയുടെ ഫാദർ മരണപ്പെട്ടു എന്നുള്ള സംഭവമാണ്. നമ്മള് ഒരുപാട് ഭയങ്കരമായിട്ട് വിഷമിച്ചു. പിന്നെ 2 ദിവസം ഡൗണും കാര്യങ്ങളായിരുന്നു. അവിടെ 2-3 ദിവസം ഞാൻ ഒരു 3-4 ദിവസം മാത്രമേ വീട്ടിൽ നിർത്തിയിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ നേരെ എന്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. കാരണം അവിടെ നിന്ന് എപ്പോഴും വിഷമവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വിഷമിക്കാൻ പാടില്ല. അതുകൊണ്ട് അപ്പോ ബാക്കി മേഘ പറയും. ശരിക്കും പറഞ്ഞ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം അടിക്കുമായിരുന്നു. അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഭയങ്കര കാര്യ സ്നേഹമൊക്കെയാണ്. അപ്പം നമ്മൾ നോർമലി അടിക്കുന്ന പോലെ അല്ല, അതായത് കണ്ടിന്യൂസ് ആയിരിക്കും. തുടങ്ങിക്കഴിഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി വരെ അങ്ങനെ ആയിരിക്കും. അപ്പൊ ഏകദേശം ഒരു മാസം 2 മാസമൊക്കെ നീണ്ടു പോകും. അവസാനം കുടിച്ച് നമുക്ക് വയ്യാണ്ടാവുമല്ലോ. അപ്പൊ പപ്പ നിർത്തിയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്റെ അമ്മ നേഴ്സാണ്. അപ്പം അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പിന്നെയും ശരിയായി വരും. കുറച്ച് നാൾ കുടിക്കൂല, പിന്നെയും കുടിക്കും. അങ്ങനെയാണ്. അപ്പൊ നമ്മളിത് നേരത്തെ പറയാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഇപ്പം പപ്പ ഏതായാലും നമ്മള് വീഡിയോസ് ഒക്കെ കാണും. അപ്പം പപ്പ എന്ന് വെച്ചാല് കുടിക്കും, നന്നായിട്ട് സ്നേഹത്തോടിരിക്കും, അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ പപ്പ അങ്ങനെ ഇരിക്കുമ്പം ഞാനിപ്പോ പപ്പേനെ കുറിച്ചൊരു നെഗറ്റീവായിട്ട് ഇങ്ങനെ പറയുമ്പം പപ്പ കുടിക്കും എന്നൊക്കെ പറയും, പപ്പയ്ക്കതൊരു വിഷമാവും. അപ്പം പപ്പ പിന്നെ അത് കാണുമല്ലോ വീഡിയോസ്, അപ്പൊ ഒരു വിഷമാവും. പിന്നെ എനിക്കും പറയണമെന്ന് തോന്നിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഡി അഡിക്ഷൻ സെന്ററിലും കാര്യങ്ങളിലായിരുന്നു. മേഘ പറഞ്ഞത് മേഘയുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യമല്ല. ഇതുപോലുള്ള സംഭവങ്ങൾ ഒരുപാട് കുടുംബത്തിൽ നടക്കുന്നുണ്ട്. അവിടുത്തെ അച്ഛന്മാരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുടിച്ചിട്ടുണ്ട്. ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാതെ അതേ കണക്കൊണ്ടെങ്കിൽ കുടിച്ച് കൂത്തടിച്ച് എവിടെയെങ്കിലും കിടക്കുകയോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ കുടുംബം തന്നെ നോക്കുന്നത് അമ്മ തന്നെ ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ചിലർ പറയുന്നതൊക്കെ കേൾക്കാൻ കുറച്ച് കുടിക്കുന്നതിനൊന്നും തെറ്റില്ല എന്നൊക്കെ പറയാം. അങ്ങനെയൊന്നും അല്ല. കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള കാര്യമല്ല. അതിന് ചെറുതായിട്ടായിരുന്നാലും ശരി, വലുതായിട്ടായിരുന്നാലും ശരി, ഒരുപാട് പേര് പറയും ഇപ്പോൾ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുമോ, അല്ലാതെ പിന്നെ എപ്പോഴാണ് ഇതൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷമാക്കാൻ പറ്റുന്നതെന്നുള്ള കാര്യം ഈ സമയത്തുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഘോഷിച്ച് കുടിച്ച് ഭയങ്കരമായിട്ട് ഇതേ രീതിയിലൊക്കെയാവും. എന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രായം എത്തുമ്പോഴത്തേക്കുണ്ടെങ്കിൽ വെയ്യാതായി കിടന്നിട്ട് വീട്ടുകാരെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ആ സമയത്തുണ്ടെങ്കിൽ അവർക്ക് വെയ്യാതാവും, ഭയങ്കര അസുഖങ്ങളാവും, വീട്ടിൽ ഭയങ്കര ചിലവ് കൂടി വരും, ഓപ്പറേഷന് പൈസ വേണ്ടി വരും. അതിനൊക്കെ ഉണ്ടെങ്കിൽ എവിടുന്നാണ് പൈസ ഒപ്പിക്കുന്നതെന്ന് വീട്ടുകാർക്ക് തന്നെ അറിയില്ല. ചിലപ്പോൾ വീട് വിൽക്കുമോ അല്ലെങ്കിൽ പണയത്തിലാവും. അതിനൊക്കെ ഇവരായിരിക്കും കടന്ന് ഓടുന്നത്. ഇങ്ങനത്തുള്ള ഒരു 10-15 മിനിറ്റിൻ്റെ ആഘോഷം അല്ലെങ്കിൽ 1 മണിക്കൂർ ആഘോഷത്തിന് ജീവിതാവസാനം വരെ ഉണ്ടെങ്കിൽ വില കൊടുക്കേണ്ടി വരുന്നത് ഇവരുടെ മക്കൾ തന്നെ ആയിരിക്കും. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇതൊരു വലിയ കാര്യമായിട്ടുണ്ടെങ്കിൽ കുടിക്കുക, ഏത് പാർട്ടി ആയാലും ഏത് ഫംഗ്ഷൻ ആയിരുന്നാലും ശരി, ഇതാണ് മെയിനായിട്ടുള്ള പരിപാടി ഒരുപാട് പേർക്ക്. ചിലർക്കുണ്ടെങ്കിൽ എത്ര പറഞ്ഞാലും ചിലർ കുടിച്ച് തന്നെ നിൽക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്. അത് ഇനി കുടിക്കുന്നതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരു ലിമിറ്റ് വെച്ച് കൂടി ഒരുപാട് പേരുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ ഒരു ബോട്ടിലൊക്കെ തീർക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുണ്ടെങ്കിൽ ദിവസവും ഉണ്ടെങ്കിൽ ഇതേണൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ശരീരത്തിനാണ് പാട്. അവർക്കൊരു ലിമിറ്റ് എത്തുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവരുടെ കരളിന് ഏതെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ട് കിടപ്പിലാകുമ്പോഴത്തേക്ക് വീട്ടുകാർക്ക് അത് കണ്ടാൽ സഹിക്കത്തില്ല. അവരായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകുന്നത്, അതിൻ്റെ ചികിത്സയ്ക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അവസാനം വരെ അവരുടെ കൂടെ നിൽക്കുന്നതും. അവസാനം ഇതുണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെ ബുദ്ധിമുട്ടായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടെങ്കിൽ മരണം എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ എന്തോ നമ്മൾ ചെയ്യുക, ഇതിനൊക്കെ കുടിച്ചിട്ട് മരിക്കുന്നവരും അല്ലാതെ ആക്സിഡൻ്റ് ആയി മരിക്കുന്നവരും തമ്മിൽ എന്തോ വ്യത്യാസം എന്നൊക്കെ ചോദിക്കും. അതൊക്കെ എന്ന് പറയുന്നത് ഒറ്റയ്ക്കൊരു കാര്യം. ഇപ്പോൾ ആക്സിഡൻറ്റും അല്ലാത്ത മരണമൊക്കെ എന്ന് പറയുന്നത് നമുക്ക് അറിയാതെ സംഭവിക്കുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലെ കഴപ്പോ അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞ് തന്നെ
ചെയ്യുന്ന ഒരു കാര്യമാണ്, അതല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ മരിക്കുന്നതിനെക്കാട്ടി വേറെ എങ്ങനെ മരിച്ചാലും ഒരു കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക.